ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഈ കാണുന്ന വീഡിയോ ഇന്നലെ എൻ്റെ വലിയമ്മയും കൂടി എൻ്റെ ഇക്കാൻ്റെ വീട്ടിലേക്ക് വന്ന് ഇക്കാൻ്റെ വീടാട്ട വേഗിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇമ്മാനെയാണ് കാണുന്നത് വീഡിയോസിൽ. പിന്നെ ഞാനും ഉമ്മയും കൂടി ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അവിടുന്ന് ഞാൻ മാറ്റി ഒരുങ്ങി പോരുകയാണ്. അപ്പോൾ ഉമ്മ അങ്ങനെ ചോദിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എടുക്കുകയാണ്. ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്ത് കണ്ടൊക്കെ നിൽക്കുകയാണ്. വേക്കിലിൻ്റെ വലിയമ്മയാണ്. അങ്ങനെ ഇക്കാൻ്റെ വീട്ടിൽ ഇന്നലെ വന്ന് ഇന്ന് രാവിലെ അവിടെ നിന്ന് ഇങ്ങനെ ബസ് കയറാൻ വേണ്ടി ഇങ്ങനെ നടന്ന് പോരുകയാണ്. ബസ് കയറാൻ പോരാൻ വേണ്ടി ഞങ്ങളൊരു പേരിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൊണ്ട് നടന്ന് പോയിരുന്നു. ബസ്സൊന്നും നേരിട്ട് അടുത്ത് പോരില്ല. ഒരു ചെറിയ ഇടവഴിയാണ്, ബേക്കിലൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ വല്യമ്മയുണ്ട് ബേക്കിൽ, എൻ്റെ അമ്മോശനും ഉണ്ട് ബേക്കിൽ. അപ്പോൾ ബസ് കയറാൻ വേണ്ടി അമ്മോശനും ഇങ്ങനെ നടന്ന് ഇങ്ങനെ ബസ് പോരാൻ വേണ്ടി പോരുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഇതാണ് മേക്കപ്പ് കൂടിയിരിക്കണോ, സ്റ്റൈലുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കി ദൂരം കേട്ടോ. അതിൽ ചിരിയൊന്നും ഉണ്ടാവില്ലേ, സ്റ്റൈലയക്കണമൊക്കെ നോക്കുമ്പോൾ ചിരി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പോൾ ഉമ്മ ഉണ്ട്, വല്യമ്മ ഉണ്ട്. ഇപ്പോൾ ഉമ്മയും വല്യമ്മയും മോശനും കൂടിയാണ് വീഡിയോയിൽ നിന്നത്. അപ്പം അങ്ങനെ നടന്നങ്ങനെ പോവുകയാണ്. വേക്കിൽ ഉമ്മയും വല്യമ്മയും ഇപ്പം കൂടെ ഒരു ചർച്ചയിൽ പോരുകയാണ്. അപ്പോൾ അങ്ങനെ പോന്ന് ഇങ്ങനെ രസത്തിൽ അവരിലൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ പോരുന്നുണ്ട്. അപ്പോൾ ഉമ്മ അവിടെ പോസ്റ്റ് മേൽ ലൈറ്റ് കണ്ട് ലൈറ്റ് ഓഫാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓഫാക്കുന്നുണ്ട് വേക്കിൽ. അങ്ങനെ നിങ്ങളവിടെ മദ്രസിൻ്റെ അവിടെ എത്തി. ഏത് മദ്രസാണ് കാണുന്നത്? എനിക്ക് കൊടുത്ത പുതിയ മദ്രസാണ്. റോട്ടിൽ നിന്നെടുക്കുകയാണ്. അങ്ങനെ മദ്രസിൻ്റെ അവിടെ നിന്നൊക്കെ കുറച്ച് നേരം നിന്ന് അത് വീഡിയോ എടുത്ത്. അപ്പോൾ ഉമ്മയും വലിയമ്മയും ബാക്കിലുണ്ട്. ഉമ്മ വേഗം മുന്നിൽ നടന്ന് അങ്ങനെ. അപ്പം ഉമ്മ ഞാൻ ബാക്കിൽ നേടി എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമാണ് ഉമ്മ. അതാണ് ഞാൻ പറഞ്ഞു, വഴി കുറച്ച് നടക്കണം, മദ്രസ ഞാൻ കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ റോട്ടുമ്പോൾ തന്നെയാണോ വീട്, ഇങ്ങനെ നടക്കാനുണ്ടോ എന്നൊക്കെ പറയണേ. ഞങ്ങൾക്ക് കുറച്ച് അയവന്മെന്ന് തന്നെയാണ്, കോട്ടക്കല്ലാണ്. കോട്ടക്കന്ന് ചെമ്മാട് ബസ് പോരണം. ചെമ്മാട് വെന്നൂര് എന്ന സ്ഥലമാണ്. വെന്നൂർ അങ്ങാടി തന്നെയാണ്. അവിടെ അതാ മദ്രസ, ഒരു പള്ളിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ. അങ്ങനെ നടന്നങ്ങനെ പോരുകയാണ്. കല കിട്ടുന്നത് പോരുന്ന സന്തോഷം കൊണ്ടാണ്. പോരാത്തതിന് ഉമ്മയും വല്യമ്മയും കൂടിയാണ് ഇങ്ങനെ കൊണ്ടുവരാൻ വന്നത്. പിന്നെ നിങ്ങളതൊക്കെ എങ്ങനെ ഇക്കാൻ്റെ വീട്ടിലേക്ക് സാധാരണ എന്നെ കൊണ്ടുവരാൻ വരലില്ല. എൻ്റെ വീട്ടിലേക്ക് കുറേ കൈ വന്നിട്ട് ഇക്കാൻ്റെ വീട്ടിലേക്ക് അവർക്ക് കാലിന് വയ്യാതൊക്കെ ബസ്സിന് കയറി പോരാൻ കഴിയലില്ല. അവർ കഴിഞ്ഞപ്പം കാലിനൊക്കെ അവർക്ക് കഴിഞ്ഞപ്പോൾ അങ്ങനെ പോന്നതാണ്. എന്താ ഇനി കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ അങ്ങാടിയാണ്. ചെറിയ അങ്ങാടിയാണ്, വലിയ അങ്ങാടിയൊന്നുമല്ല. ഈ കാണുന്ന കടയിൽ നിന്നാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങൽ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആളില്ല, കുറവാണ്. അല്ലെങ്കിൽ എന്നാലും എൻ്റെ മുന്നിലൊക്കെ തിരക്കേക്കാരം. ഫർണിച്ചർ കടയുന്നത്. പിന്നെ സൈഡിൽ മാസ്റ്റർ എന്ന ബേക്കറി കട ഉണ്ട്. ഇപ്പോൾ തന്നെ ഉമ്മാക്ക് അവിടെ വർത്താനത്തിന് ആളെ കിട്ടി, ഒരു വർത്താനം പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അങ്ങാടിയിൽ നടന്ന് എക്സൈസ് ഉണ്ട്. 2 എക്സൈസുകളൊക്കെ അടുത്ത് വലിയത് 2 അങ്ങാടിയിൽ വലിയ കടയാണ് ഈ കാണുന്ന പത്രാസ് എന്ന കട. എന്താ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എങ്ങനെ പറയണേ. എൻ്റെ ഫോണിൽ ഓഡിയോ എടുക്കുന്നത് വലിയതില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ബസ് അവിടെ നിന്ന് കിട്ടി. മഞ്ചേരി ബസ് കോട്ടക്കക്ക് കയറണം. കോട്ടക്കന്ന് മഞ്ചേരി ബസ്സാണ് കിട്ടിയത്. ഞങ്ങൾക്ക് മഞ്ചേരി ബസ്സാണ് ഇപ്പോൾ കേട്ടോ. സൺഡേ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാണ്.
ഫോണിന് കുറച്ചൊരു ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും കേട്ടോ, എല്ലാവരും ക്ഷമിക്കണം. അവിടെ നിന്ന് ഇങ്ങനെ ബസ്സിൽ ഞാൻ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് അതിൻ്റെ ഇടയിൽ മഞ്ചേരിയിലെത്തിയിട്ട്, മഞ്ചേരിയിൽ നിന്നൊക്കെ 1 മണിക്കൂറുണ്ട്. അങ്ങാടിയിലൊക്കെ പൊതുവേ ആൾക്കാർ കുറവാണ്. അങ്ങനെ ബസ്സിലുള്ള ആൾക്കാർ സീറ്റൊക്കെ കുറവാണ്, സീറ്റിലൊക്കെ ആൾക്കാർ കുറവാണ്. പിന്നെ വേറെ എന്തൊക്കെ, എന്താ പറയുക, മഞ്ചേരി സ്റ്റാൻഡിൻ്റെ ഉള്ളാട്ടന്നൊക്കെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ മഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് എത്താനായി. ഇങ്ങനെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, കാരണം എൻ്റെ ഫോണിൽ കുറച്ച് സൗണ്ട് കമ്മിയാണ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുമല്ലോ. ഓക്കെ, എന്തൊരു സ്റ്റാൻഡിലെത്താനായി. ബൈ.